അയ്യോ അച്ഛൻ അല്ല മോൻ. അച്ഛൻ താമസിച്ചെന്ത്? ചന്ത ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞു വിട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നോ? ഇത് ഗേൾസിനുള്ളതല്ലേ, ബോയ്സിനുള്ളത് എന്തേ? 19 കൊല്ലമായിട്ട് ജീവിക്കുന്നില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? അത് നിങ്ങളെ മോനായി ജനിച്ച എന്നെ പറഞ്ഞാ മതി. ഏത് സമയത്ത് ഈ കിൻഡർ ജോയിൽ ഇത്രയും വ്യത്യസ്തത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കിൻഡർ ജോയിയാ? അച്ഛാ, ചേട്ടനോട് കളിച്ചു നടന്നവർക്കൊക്കെ 2 പിള്ളേരായി. നിങ്ങൾ അങ്ങനെ അടുത്ത് പണിക്കുവാൻ പറഞ്ഞേ. എടാ മോനെ, ഇത് പറയാൻ ഞാൻ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ അവ അച്ഛനും ഞാൻ മോനുമായി പോകൂടാ. ഇയാളിത് എന്തോന്ന് അച്ഛൻ? എന്താടാ ഈ സാധനം അവിടെ ഇട്ട് ചെല്ലി പോ. വലിയ പരിപാടിയാണല്ലോ. ഇതാര് മോനെ? പടയാളിയാ. ഏത് രാജ്യത്ത്? വെറുതെ. നീ വെറുതെയാന്ന് എനിക്കറിയാം. ചേട്ടാ, സമയം കളയിൽ ലോകത്ത് എന്തോരം ജോലികളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയെന്ന്? അല്ല ചേട്ടാ, എന്ത് ഇവിടെ ചെയ്യുന്നത്? എടാ, രാവിലെ 10 മണിക്ക് എണീച്ച് കുളിച്ച് റെഡിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 1 മണിയാകുമ്പോൾ അമ്മ ചോറുണ്ടായി കഴിഞ്ഞാൽ 1 ചാമ്പ ഞാൻ ചോറ് കഴിക്കും. നിങ്ങൾ കഴിക്കൂ? ഇല്ല. ഇന്ന് എന്നെ കുളിച്ചോണ്ടിരിക്കാൻ ടാങ്കിലെ വെള്ളം തീർന്നു. ആരാ മുട്ടിട്ടെ? ആരാ? ഞാൻ. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കുളിച്ചു. അത് പിന്നെ എനിക്ക് ജോലിക്ക് പോകണ്ടേ? നീ ഈ ജോലിക്ക് വന്ന സമയത്ത് അച്ഛനെ അമ്മയെ നോക്കാൻ ആരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കെ. ഈ വടി പോലെ നിൽക്കുന്ന മനുഷ്യൻ ഊന്നുവടിയായില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം നീ പറയരുത്. വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയാണ് ഞാൻ. ഓനൊരച്ചപ്പൂടെടുത്ത് വിരലിട്ട് വായിലിട്ടിരി. അച്ഛാ, എന്റെ പടയാളി തന്നില്ലെങ്കിൽ ഞാൻ കൊല്ലാളിയാണ്. ഇവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. അയ്യോ, പപ്പ വരൂലാട്ടാ, പപ്പ ഡെഡാണ്. തന്നെ ഇപ്പൊ ഈ കോളേജിലോട്ട് വിളിപ്പിച്ചെത്തിരെന്നറിയോ? എന്റെ മക്കൾ ടോപ്പർ എന്ന് പറയാനാണ്. ടോപ്പർ അല്ല, പോപ്പർ അടക്കം 2ഉം പൊട്ടിയത്. എന്റെ പൊന്നു പപ്പ, ഇവരിപ്പോ പഠിപ്പിക്കണമെന്നില്ല, ഭയങ്കര ഉളപ്പാണ്. സാർ ഓട്ടോമാറ്റിക് പഠിപ്പിച്ചിട്ട് കീറിടാനാ. കൊള്ളാല്ല. പിന്നെ തന്റെ ഈ മൂത്ത മോൻ എന്താണ്? ഒരു കഴിവില്ലാത്തൊരു ഇറക്കൻ. അത് പറയല്ലേ സാറേ. ഡെയിലി 3 പാക്കറ്റ് തീർച്ചയൊക്കെ ഒറ്റയിരിപ്പിന് വലിച്ചോളിയും മച്ചാൻ. അബ്ദുൽ കലാമിന്റെ അവാർഡ് വാങ്ങിച്ച പോലെയാണല്ലോ താൻ ഇതൊക്കെ പറയുന്നത്. എന്റെ പൊന്നു സാറ്, ഇവന് അർബുദം വരാത്തോണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചിയിൽ എവിടെ? വൈപ്പിന്. തനിക്ക് ഇവന് എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ എന്തെങ്കിലും ചെയ്യുവോ? ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ, ആ പേപ്പർ അല്ലടോ സപ്ലൈയാ. എന്റെ പൊന്നു സാറേ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ എത്ര കിലോ വേണ്ടി വരും സാറിന്? മച്ചാനെ, ഞാൻ ഇവരുടെ കഞ്ചാവ് എവിടുന്ന് ഉത്ഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തിയത് ഇപ്പൊ മനസ്സിലായി. എന്നാ മച്ചാനെ, നമുക്ക് മഷ്റൂം എടുക്കാം, അത് ലീഗലാണ്. മച്ചാനെ, ഞാൻ പച്ചിലുണ്ട് ജീവിച്ചോളാം മച്ചാനെ. മച്ചാൻ തെറിച്ച അപ്പൊ എന്റെ പിള്ളേര് വൈബല്ലേ, വൈബേഷ്. അപ്പൊ വൈപ്പിനി വന്ന് സാറിന് ഇനി എന്ത് ചൊറയുണ്ടെങ്കിലും നമ്മ വിളിച്ചാൽ നമ്മ വിളിപ്പുറത്തെത്തും. ആ പരിസരത്ത് അല്ല മച്ചാനെ. മച്ചാൻ തെറിച്ചോ? അപ്പൊ ഫീസൊന്നും തരണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. പോക്കോ. ഇതിലുമ്പേ ഒരു കഞ്ചാവ് ഒറ്റിരിപ്പിന് വലിക്കുന്നതായിരുന്നു. അപ്പൊ അടുത്ത ആഴ്ചയാണ് പാലാച്ച്. നേരത്തെ അങ്ങ് എത്തണം. നേരത്തെ ഞാനല്ലോ പാലും മേടിച്ചോണ്ട് വരുന്നത്. ഒരു വിറ്റങ്ങ് കാച്ചി. അല്ല, അങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഇളയവ പുറത്തു പോയേക്കുന്നു. അതാണ്ട് എത്തിയല്ലേ. ഇവനെ 2-3 എടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. മുളവരെ ബിവറേജിലാണോ? അല്ല. അപ്പൊ കുണ്ടറ ഷാപ്പിലായിരിക്കും. അയ്യോ അല്ല, ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഞാനായിരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് പുറത്തു പോറില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചു. ഇപ്പൊ തട്ടെടുക്കുന്നു, കുറച്ച് കഴിയുമ്പോ അഴിച്ചിടും. കറന്റ്ലി ഇപ്പൊ ഇതൊക്കെ തന്നെ ചെയ്യുന്നു. അച്ഛാ, 2 പേര് സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കാം. പറച്ചിലേട്ടാ തോന്നുന്നു സ്റ്റാർ സിംഗർ പാടി സമ്മാനം മേടിച്ച ഫ്ലാറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ല, മൂത്ത മോൻ എന്ത് ചെയ്യും? എന്ത് പണയുന്നില്ലേ? വേണ്ട, ഞാൻ വിളിക്കാം. സോനു, ദേ നിന്റെ കളിപ്പാട്ടോ ഏതോ അങ്കിൾ എടുത്തോണ്ട് പോവാൻ പോന്നിട്ടാ. എന്റെ കളിപ്പാത്തം താതാ. ഇതെന്താ ഇങ്ങനെ? അത് ഇളയവനുണ്ടാവും വൈകിയപ്പം കുറച്ച് അധിക സ്നേഹവും വാത്സല്യം എല്ലാം കൂടി ഇങ്ങോട്ട് കൊടുത്തു. ഇവൻ ജോലിക്കൊന്നും പോകുന്നില്ലേ? ചെറിയ വഴി വലിയ സംസാരിച്ചോ. സോനുവിന്റെ കണ്ണെവിടെ? സോനുവിന്റെ മൂക്കെവിടെ? സോനുവിന്റെ ചെപ്പ എവിടെന്ന് വെച്ചൊരു ഒറ്റ അടിയാൻ കൊടുക്കാവോ? Sonu crying? No. Sonu good boy or bad boy? Good boy. ഇന്ന് ഇലക്ട്രിക് വണ്ടി ചാർജ് എടുത്തോണ്ട് പോ. നിങ്ങൾ കണ്ടോട്ടെ പന്നി. കൊഞ്ചാതെ പോടാ വണ്ടി എടുത്തോണ്ട്. വീട്ടിങ്ങനെ ഇരിക്കുന്ന ചില്ലറ പരിപാടിയല്ല കേട്ടോ. ഞാൻ രാത്രി ഇങ്ങോട്ട് വരാടാ. ഇവിടെ ഇപ്പൊ അച്ഛനും അനിയനും വരാൻ സമയമായി. ഈ കോലം കൊണ്ട് കുറെ ആള് പോകുന്നു. ഞാനേ ഇവിടെ തീയിട്ടു. ഇത് പോലീസ് സ്റ്റേഷനല്ലേ? അടുത്ത ഒന്നേക്ക ദേവൂടാ ദേവൂടേക്കോല്ലോ. ദേവൂടാ ദേവൂടാ
കളി മാറാത്തവൻ. ആര്? എടാ പഠിക്കാൻ ബുദ്ധിയില്ലാത്തോണ്ട് പണിക്കോ മടിയായോണ്ടല്ലടാ നീ വേഷം കിട്ടിയേക്കുന്നത്. ചുമ്മാ അപവാദം പറയരുത്. എടാ വാച്ചി മോനെ. കയ്യടെ ഞാൻ പറയാം. 20 വയസ്സിന് ആണുങ്ങളുടെ ജീവിതം മൊട്ടയായ ടയർ പോലെ ഏത് നിമിഷം വേണേലും പൊട്ടാം. അതിന് അത് താങ്ങാനുള്ള മനസ്സ് എനിക്ക് ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തെ അറിയാണ്ട് പൊട്ടനാവണം, അതോ അറിഞ്ഞുകൊണ്ട് പൊട്ടനാവണം. അതുകൊണ്ട് ഞാനാടാ അനുഭവിക്കുന്ന പന്നി. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടൊരു കുട്ടി, അത് തിരിച്ചറിയേ. മാറി. സോനി പോവാഞ്ഞേ. ബീച്ചിൽ പോണോ ബാക്കി പോണോ? ബാക്കി പോവാ. എന്നാ ബീച്ചിൽ പോവാ. അച്ഛൻ വന്നോ? ചാച്ച വരും. ചാച്ച. സൂക്ഷിച്ചിരിക്കണേ.